ഒരിക്കലും അങ്ങനെ ഒരു പദപ്രയോഗം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ചുള്ള എൻ്റെ വ്യക്തമായിട്ടുള്ള അഭിപ്രായം. ഇതിൽ നൂറ്റാണ്ടുകളായിട്ട് ശബരിമല വാവരുസ്വാമിയാണെന്നുള്ളതും വാവര് അയ്യപ്പനുമായി യുദ്ധം ചെയ്തെന്നും യുദ്ധത്തിൽ വാവര് തോറ്റു കഴിഞ്ഞപ്പോൾ നീ എൻ്റെ സഹോദരനായിട്ട് എൻ്റെ മുമ്പിൽ ഇടതുവശത്ത് കാണണമെന്ന് അയ്യപ്പൻ ആവശ്യപ്പെട്ടതായിട്ടുമൊക്കെയാണല്ലോ അച്ഛനപ്പൂപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആചാരം സംരക്ഷിക്കും എന്ന് പറയുന്നവരാണ് ആചാരവിരുദ്ധമായ കാര്യങ്ങളിൽ ഇപ്പോൾ ഇടപെടുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഏതോ കേന്ദ്രത്തിൽ നിന്ന് പടച്ചുവിടുന്ന ചില ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും അത് തൊണ്ട തൊടാതെ മറ്റുള്ളവർ വിഴുങ്ങിക്കൊള്ളണമെന്നും ഞങ്ങൾ പറയുന്നതാണ് ആചാരം എന്നുള്ള വാദഗതിയാണ് ഇപ്പോൾ ഇതേപോലുള്ളവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവരാവശ്യപ്പെടുന്നതും അങ്ങനെയാണ്. പന്തളത്ത് ഇങ്ങനെ ഒരു സംഗമം നടത്താനിടയായ സാഹചര്യം എന്താ? ഇപ്പോൾ 2018 സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അന്ന് യഥാർത്ഥത്തിൽ CPM-ഓ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലല്ലോ സുപ്രീം കോടതി കേസ് കൊടുത്തത്. കേസ് കൊടുത്തത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. വിധി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ആദ്യം സ്വാഗതം ചെയ്തത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. ഇവിടെ NSSൻ്റെ നേതൃത്വത്തിലുള്ള സമരം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ പന്തളത്ത് ഉൾപ്പെടെ നാമജപ ഘോഷയാത്ര ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ജനപങ്കാളിത്തം കണ്ടിട്ടാണ് BJPയും UDF-ഉം ആ സമരത്തോടൊപ്പം ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അന്ന് പറഞ്ഞത് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റും തിരുത്തണം എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇപ്പോൾ അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നു, ഗവൺമെൻറ് അതിനെ സഹായിക്കുന്നു. അപ്പോൾ അതിന് ബദൽ സംഗമം ഇവിടെ നടത്തുക, അത് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അത് മറ്റാരും ഇതൊന്നും നടത്താൻ പാടില്ലെന്നും ഞങ്ങളാണ് ഇതിൻ്റെയൊക്കെ അവകാശികളെന്നുമുള്ള ബോധപൂർവമായ ധാരണയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. സ്വാമിയെപ്പോലുള്ള, സ്വാമി മാത്രമല്ല അവിടെ പങ്കെടുത്തവർ മിക്കവാറും എല്ലാം തീവ്രവാദ നിലപാടുകളും രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുമാണല്ലോ പന്തളത്ത് പ്രസംഗിച്ചത്. ഒരിക്കലും ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഇവർ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരമാണെങ്കിൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുദ്ഘോഷിക്കുന്ന സംസ്കാരമാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം. എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നതാണല്ലോ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം. ഇപ്പോൾ ഇവർ സ്വാമിയെപ്പോലുള്ളവർ പറയുന്ന ഏത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ്? അദ്ദേഹം ഏത് ഹിന്ദു ധർമ്മമാണ് പഠിച്ചിട്ടുള്ളത്? ഏത് ഹിന്ദു ധർമ്മത്തിനകത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അത് വളരെ മോശമായിട്ടുള്ള അവതരണങ്ങളും വളരെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടുകളുമാണ് സ്വാമി ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്വാമിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, വേഷം സ്വാമിയുടേതാണ്. പക്ഷെ അതുകൊണ്ട് മനസ്സുകൊണ്ട് സ്വാമിയാവണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ അയ്യപ്പൻ നമ്മുടെ വിശ്വാസവും അതല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതും വാവരുസ്വാമിയായിട്ട് തന്നെയാണ്. നിലയ്ക്കലെ പള്ളിയിൽ പോയിട്ട് വേണം വരാൻ എന്നുള്ളതും മതസൗഹാർദ്ദത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണല്ലോ. ഒന്നും വേണ്ട, സ്വാമിയായാലും ആരായാലും തത്വമസി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എങ്ങനെയാണ് തത്വമസി എന്നുള്ള വാചകം വന്നത്? ഇപ്പം ചില ആൾക്കാർ പറയുന്നത് ശബരിമല എഴുതി വച്ചിരിക്കുന്നു എന്നുള്ളത്. ശബരിമല എഴുതി വെച്ചതല്ല, ഗീതയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ആ തത്വമസി എന്നുള്ള ആ വാചകം തന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ആത്മീയ ഗുരുക്കന്മാരാണെങ്കിൽ ഞാൻ തന്നെയാണ് നീയെന്നും നീ തന്നെയാണ് ഈ പ്രപഞ്ചം, നമ്മളാണ് ഈ പ്രപഞ്ചമെന്നും ഒക്കെയുള്ള കാഴ്ചപ്പാടിലേക്ക് വരണ്ടേ? അതില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ഇത്രയും താഴുന്നത്. അതല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ തീവ്രവാദിയെന്നും അതല്ലെങ്കിൽ കലാപകാരിയെന്നും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പേരുകളിൽ വിളിക്കുന്നത് അതിൻ്റെയൊക്കെ ഭാഗമാണ്. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത, നിയമപരമല്ല ഞാൻ പറയുന്നത്, ധാർമ്മികമായി ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ആ പരിപാടി തന്നെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണല്ലോ. കാരണം അവർ മറ്റ് സംസ്ഥാനങ്ങളിൽ ശ്രീരാമനെ ഉപയോഗിച്ചതുപോലെ കേരളത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന അയ്യപ്പനാണെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഈ നിലപാട് സ്വീകരിക്കുന്നത്.